എടാ എനിക്ക് പെരുന്നാളിന് ഡ്രസ് എടുത്താ. എനിക്ക് ഇന്നലെ പോയിട്ട് 2 ജോഡി എടുത്തു. നമുക്കിപ്പോ ഡ്രസ് എടുക്കാം. മോനെ നമുക്ക് ബൈറ്റാറ്റം പോയി എടുക്കാട്ടാ. നോമ്പ് എടുത്തിട്ടില്ല നിങ്ങൾ കളിക്കുന്നേ, കുറച്ച് അടങ്ങി നിന്നാട്ടെ. പൂവ കിട്ടോ ചെയ്തിട്ടുണ്ടെങ്കിട്ടല്ല, നാളെ പെരുന്നാളല്ലേ. ഉമ്മ ആ പലിശക്കാരനല്ലേ വരുന്നേ? എന്റെ പഠിച്ചോനെ, ഓന് ഞാൻ 3 മാസത്തെ പലിശ കൊടുക്കാണ്ടേ. സലാം. മോളെ റസിയ കസലയും എടുക്ക. സലാമേ, ഞാൻ ഇരിക്കാൻ വേണ്ടി വന്നല്ല. മനസ്സിലായില്ല എന്തിനാ വന്നിരുന്നു? 3 മാസത്തെ പലിശയുണ്ട്. ചേരമുള്ളിൽ കാണുന്നില്ലേ എന്റെ കാലില്ലല്ലോ, ഞാൻ എവിടുന്നാ ഇങ്ങനത്തെ പലിശ തരുന്നത്? ഈ പൈസ പണിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ എന്റെ പലിശ അങ്ങ് തരാന്ന് പറഞ്ഞില്ലേ? ഞാൻ ആടുന്ന് ഇവിടുന്ന് കടം വാങ്ങിയിട്ടാണ് കുട്ടികളെ പെരുന്നാൾ നാളെ ആഘോഷിക്കണ്ടേ. മുതലാളി 1 മാസം കൂടി ക്ഷമിച്ച് നിൽക്ക്. 3 മാസത്തെ പലിശ, അതിന്റെ ഒരു പിഴപ്പലിശയും കൂടിയിട്ട് 35,000 റുപ്യോളം ഉണ്ട്. അനക്ക് ഇന്ന് ആ പൈസ കിട്ടണം. നേരത്തെ നീ പറഞ്ഞില്ലേ ചിലരെന്തോ കടം മേടിച്ച് വെച്ചിട്ടുണ്ട്, ആ പൈസ ഇങ്ങോട്ട് വേണ്ട നിൽക്കാരും. പെരുന്നാൾ അടുത്ത കൊല്ലം കൂടാ. നമുക്ക് ആ പെരുന്നാളിന് കടം മേടിച്ച പൈസ അയാൾക്ക് എടുത്ത് കൊടുക്കാം. കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങണ്ടേ, പെരുന്നാളല്ലേ. ഇക്കാക്കന്റെ സങ്കടം എനിക്ക് കാണാൻ കഴിയുന്നില്ല. കൊടുക്കാവുമ്പോ നമുക്കത് അനക്ക് പോണ്ടിയാണ് ഒരു തീരുമാനാക്ക്. ഇക്കാക്ക പൈസ അയാൾക്ക് കൊടുക്കാം, നമുക്ക് ഡ്രസ്സ് പിന്നെ കൊടുക്കാം. എടുത്തോ, കൊടുത്തേ വെച്ചു. മുതലാളി ഇതാണ് കുട്ടി. അത് കുട്ടികളെ പെരുന്നാൾ ആഘോഷിക്കാൻ വെച്ച പൈസയാണ്. 5,000 ഉലുവ 1 മാസത്തെ പലിശ ആയില്ല. അതെന്നെ അത്രയില്ല മുതലാളി. അടുത്ത ആഴ്ച ഞാൻ വരും. എന്റെ പലിശയും മുതലെല്ലാം കിട്ടിക്കോണം. വേറെ വർത്താനമില്ല. രാവിലത്തെ കാറിലും ചെക്കൻ വന്ന് പറഞ്ഞു ഇത് എല്ലാവർക്കുള്ള ഡ്രസ്സാണ്. ഇതൊന്നും വേണ്ടതിന് മോനെ. അത് കുഴപ്പമില്ല, പഠിച്ചോ നല്ലതേ എടുത്തു, കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാവും. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, കുറച്ച് നടക്കാം. നീ പോയി ഡ്രസ് മാറിയിട്ടാ.